അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, ദീർഘമായ ആമുഖം പറയാതെ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. കേരളം സന്തോഷകരമായ ഒരു കാലാവസ്ഥ കൊണ്ട് അനുഗ്രഹീതമായ ഒരു നാടാണ്. കുറഞ്ഞ കാലങ്ങളായി അതിൽ നിന്നൊക്കെ വ്യതിയാനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളം ഇന്ന് സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിശക്തമായ ചൂട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലകൾ പോലുള്ള ജില്ലകൾ. അന്തരീക്ഷത്തിൻ്റെ താപനില ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല നാടുകളും ഇന്ന് വരൾച്ചയുടെ വക്കിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ നമ്മളുടെ മേൽ വർഷിപ്പിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. ഭൂമിയിലെ ജലാംശം കുറഞ്ഞതുകൊണ്ട് തന്നെ പല നാടുകളും ഇന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല നാടുകളിലും ഇന്ന് കുടിവെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും അതിശക്തമായ ചൂടിനും മഴ ലഭിക്കാതിരിക്കാനുമുള്ള കാരണം ശാസ്ത്രീയമായ പല വശങ്ങളുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ടതായ കാരണം അന്തരീക്ഷ മലിനീകരണം തന്നെയാണ്. വർദ്ധിച്ചു വരുന്ന ഫാക്ടറികളിൽ നിന്നുള്ള പുകയും അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്നുമുള്ള പുകയുമൊക്കെയായിട്ട് നമ്മുടെ അന്തരീക്ഷമാകെ മലിനമായി കൊണ്ടിരിക്കുകയാണ്. അതിലപ്പുറം പല രാജ്യങ്ങളും ഇന്ന് യുദ്ധമുഖത്താണ്. ഇസ്രായേലും ഫലസ്തീനാകട്ടെ കാലങ്ങളോളമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിൽ പുക മലിനീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വിധേനയും നമ്മുടെ അന്തരീക്ഷം മലിനമായി കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ലോകം വ്യാപകമായി കാടുകളും മരങ്ങളുമൊക്കെ വെട്ടി നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടുകൾ എത്തിയിട്ടുണ്ട്. ഇത് ചൂട് കൂടുന്നതിനും മഴ ലഭിക്കാതിരിക്കാനുമുള്ള ഒരു വലിയ കാരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സസ്യങ്ങളും ചെടികളും വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരുകൾ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മുടെ മുനിസിപ്പാലിറ്റികളാകട്ടെ പഞ്ചായത്തുകളാകട്ടെ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ പ്രത്യേകം പ്രോത്സാഹനം നൽകുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ ശാസ്ത്ര വികാസനത്തിൻ്റെ മുമ്പ് തന്നെ റസൂലുള്ളാഹി തങ്ങൾ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കാനും മരങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു വന്യവയോധികനാണ്. അദ്ദേഹം ഒരിക്കൽ വൃക്ഷം വെച്ചുപിടിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനായി ഈ ഒരു വയസ്സാം കാലത്ത് ഈ ഒരു വൃക്ഷം വെച്ച് പിടിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപകാരമുള്ളത്? ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകാനുള്ളതല്ലേ എന്നുള്ള അടിസ്ഥാനത്തിലാണ് ആ ചോദ്യം. വയസ്സായിട്ടില്ലേ, ഒരുപാട് കാലമായിട്ടില്ലേ, ഇനി എന്തിനാണ് നിങ്ങൾ വൃക്ഷം വെച്ച് പിടിപ്പിക്കുന്നത് എന്ന് ഒരു പരിഹാസത്തോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, യകൂനു ലി സവാബുഹ വലി ഗൈരി സമറതുഹ. എനിക്ക് ഈ വൃക്ഷം വെച്ച് പിടിപ്പിച്ചാൽ അതിൻ്റെ കൂലി കിട്ടും, എനിക്ക് ശേഷം വരുന്നതായ ആളുകൾക്ക് ഇതിൻ്റെ ഫലങ്ങളും ലഭിക്കും. ഇത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. നമ്മുടെ പൂർവികരായ ആളുകൾ നമുക്ക് പിടിപ്പിച്ചു തന്ന വൃക്ഷങ്ങൾ, അവർ വെച്ച് പിടിപ്പിച്ച വൃക്ഷങ്ങൾ മുഖേനയാണ് നമ്മൾ ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്തും കൂടിയാണ് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സസ്യങ്ങളും വൃക്ഷങ്ങളും സംരക്ഷിക്കുക, അത് മഴക്കും ശുദ്ധജലത്തിനും കാരണമാണ് എന്നുള്ളത് നമുക്ക് യാതൊരു സംശയവുമില്ല. മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ ഓരോരുത്തരുടെയും വയസ്സിനനുസരിച്ച് ഏകദേശം 55% മുതൽ 78% വരെ ജലാംശമാണുള്ളത്. അതില്ലാത്തൊരവസ്ഥ വന്നാൽ മനുഷ്യൻ മരിച്ചു പോകും എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. ജലക്ഷാമം ഇത്രയേറെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായും നമ്മൾ ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്താ? ഒരു കാരണവശാലും നമ്മൾ വെള്ളം പാഴാക്കി കളയരുത് എന്ന് തന്നെയാണ്. അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വെള്ളം ഉപയോഗിക്കുക. സമുദ്രത്തിൽ നിന്ന് അംഗശുദ്ധി വരുത്തുകയാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ ഇസ്രാഫ് കാണിക്കരുത് എന്ന് പഠിപ്പിച്ചൊരു മതമുണ്ടെങ്കിൽ അത് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമാണ്.
ഒരിക്കലും നിങ്ങൾ ഇസ്റാഫ് കാണിക്കരുത്. കാനൂ ഇഖ്വാന ശയാത്വീൻ എന്നാണ് പറഞ്ഞത്. അവൻ ശൈത്താൻ്റെ കൂട്ടുകാരനാണ് ഇസ്റാഫ് കാണിക്കുന്നവൻ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു വരുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്നുണ്ട്. കുറച്ചധികം വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്നത്. അത് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, സഅദേ, നിങ്ങൾ ഇസ്റാഫ് കാണിക്കുന്നുണ്ടോ എന്ന്. വഹാദ സറഫു യാ സഅദു. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം അങ്ങനെയായിരുന്നു, സഅദേ, നിങ്ങൾ ഇസ്റാഫ് കാണിക്കുകയാണോ എന്ന്. ഇത് കേട്ടപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടു കൂടി റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, അഫിൽ വുളൂഇ സർഫൻ യാ റസൂലല്ലാഹ്, വുളൂ എടുക്കുന്നിടത്തും ഇസ്റാഫ് ഉണ്ട് റസൂലേ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നഅം, വുളൂ എടുക്കുന്നിടത്തും ഇസ്റാഫ് ഉണ്ട്. വ ഇൻ കുൻത അലാ നഹ്റിൻ ജാരിൻ, ഒഴുകുന്ന ഒരു നദിയിൽ നിന്ന് നീ വുളൂ എടുക്കുകയാണെങ്കിൽ പോലും അതിൽ ഇസ്റാഫ് കാണിക്കരുതേ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ മിതത്വം പാലിക്കുക. വെള്ളത്തിന് പകരമായി വെള്ളം തന്നെ ഉള്ളൂ, വേറൊന്നുമില്ല. അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ മിതത്വം പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് മഴ നൽകി നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മൂന്നാം ലോക മഹായുദ്ധം നടക്കാനിരിക്കുകയാണെങ്കിൽ തന്നെ അത് ജലത്തിൻ്റെ പേരിലായിരിക്കുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല വെള്ളം നൽകി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കുളിക്കുമ്പോഴാകട്ടെ വുളൂ എടുക്കുമ്പോഴാകട്ടെ അത്യാവശ്യത്തിന് മാത്രമായിരുന്നു വെള്ളം ഉപയോഗിച്ചിരുന്നത്. റസൂലുള്ളാഹി തങ്ങൾ വുളൂ എടുത്തിരുന്നത് ഒരു മുദ്ദ് കൊണ്ടായിരുന്നു, ഒരു മുദ്ദ് വെള്ളം കൊണ്ട്, അഥവാ 800 മില്ലി ലിറ്റർ കൊണ്ട്. 800 മില്ലി ലിറ്റർ കൊണ്ട് നമ്മളൊക്കെ വുളൂ എടുക്കുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. 800 മില്ലി ലിറ്റർ കൊണ്ടായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ വുളൂ എടുത്തിരുന്നത്. കുളിയാകട്ടെ 4 മുദ്ദ് കൊണ്ട്, ഒരു 3 ലിറ്ററും 200 മില്ലി ലിറ്ററുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉപയോഗ നിയന്ത്രണത്തോടുകൂടി, വെള്ളം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണത്തോടുകൂടി തന്നെ വെള്ളത്തെ സംരക്ഷിക്കുകയും ചെയ്യുക. വെള്ളം നല്ല നിലക്ക് കൊണ്ട് നടക്കുക. ഒരിക്കലും നമ്മുടെ വീടുകളിലുള്ള മലിനജലം നമ്മുടെ വെള്ളത്തിലേക്ക്, ശുദ്ധമായ വെള്ളത്തിലേക്ക് ഒഴുക്കരുത്. വീടുകളിലും ബാത്റൂമുകളിലും കുളിമുറിയിലും ഉപയോഗിക്കുന്ന വെള്ളം ഒരിക്കലും നമ്മുടെ പുഴകളിലേക്കോ തോടുകളിലേക്കോ ഒഴുക്കാൻ പാടില്ല. ഒരിക്കലൊരു ഇന്ത്യക്കാരനായ സഞ്ചാരിയുടെ ഒരു അനുഭവ കഥ വായിക്കാൻ ഇടവന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ദൂരെ യാത്ര പോകുന്ന സന്ദർഭത്തിൽ സമുദ്രത്തിലെ വെള്ളം കണ്ടപ്പോൾ, അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ അല്പം വെള്ളം എടുത്തുകൊണ്ട് വായിലാക്കി അത് ആ സമുദ്രത്തിലേക്ക് തന്നെ തുപ്പിയിരുന്നു. ഈ തുപ്പിയ സന്ദർഭത്തിൽ നാട്ടുകാരൊക്കെ പാടെ കൂടി മർദ്ദിച്ചു എന്നുള്ള ഒരു രസകരമായ അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. അത്രത്തോളം വെള്ളത്തെ സംരക്ഷിക്കുന്ന ആളുകളാണ് നമ്മുടെ പുറം രാജ്യങ്ങളിലുള്ള ആളുകൾ. അതുകൊണ്ട് നമുക്ക് നൽകിയ അനുഗ്രഹമാണ് വെള്ളം. ആ വെള്ളം നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല മഴയും നല്ല വെള്ളവും നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്തരം വരൾച്ച നേരിടുന്ന സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മൾ ചെയ്യേണ്ടത് വെള്ളമില്ലാത്ത ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക. ഒരാളുടെയും വെള്ളത്തിന് നമ്മൾ മുടക്കം വരുത്താൻ പാടില്ല. ഒരാളുടെയും കുടിവെള്ളത്തിന് നമ്മൾ പ്രയാസപ്പെടുത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ ഒരു സ്വാലിഹായ സൽക്കമമായി സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.